കുന്നന്താനം മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കലം പൂജയും പൊങ്കാലയും നടന്നു. നൂറുകണക്കിന് ഭക്തരാണ് കലം പൂജയിലും പൊങ്കാലയിലും പങ്കെടുത്തത്. പ്രസിദ്ധമായ കുന്നന്താനം മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കലം പൂജയും പൊങ്കാലയും നടന്നത്. കേരളത്തിലെ തന്നെ കലം പൂജയും പൊങ്കാലയും ഒരുമിച്ച് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നായ മടത്തിക്കാവ് ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് കലം പൂജയിലും പൊങ്കാലയിലും പങ്കെടുത്തത്. പൊങ്കാലയുടെ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി പറമ്പൂരിലത്ത് ത്രിവിക്രമൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു. ചലച്ചിത്ര താരം ശ്രുതി സുരേഷ് മുഖ്യാതിഥി ആയിരുന്നു. മനം ഉരുകിക്കരിയുന്ന മങ്കമാട് മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമായ പൊങ്കാലയിൽ കലം പൂജയ്ക്ക് ശേഷം ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ ശ്രീമൂല സ്ഥാനത്തു നിന്നും കലത്തിൽ അരിയുമായി ഭഗവതിക്ക് സമർപ്പിച്ച് ക്ഷേത്രം മേൽശാന്തി ഈ അരി കൊണ്ട് ഭഗവതിക്ക് പ്രസാദമുണ്ടാക്കി നിവേദിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ സ്വയം ആചാരപരമായി അരിയും ശർക്കരയും നാളികേരം ചിരിങ്ങിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുതിരയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ഭഗവതിക്ക് നേദിക്കലായ ഇവിടുത്തെ പൊങ്കാല വളരെ പ്രശസ്തമാണ്. തിളച്ചുമറിയുന്ന പൊങ്കാലയുടെ മുൻപിൽ തലവണങ്ങുമ്പോൾ ആത്മാവിന്റെ ഉയർച്ചയും ഉദ്ദിഷ്ട കാര്യങ്ങളുമാണ് നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികളായ പ്രസാദ് ചന്ദ്ര കൈമളും തുളസിയും പറഞ്ഞു. കലം പൂജയ്ക്കും പൊങ്കാലയ്ക്കുമായി ക്ഷേത്രം പ്രസിഡന്റ് ഗോകുൽ പ്രസാദ്, സെക്രട്ടറി അഭിലാഷ് കെ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചത്.